ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ റിവ്യൂ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് പടക്കളം എന്ന് പറയുന്ന മൂവിയുടെ റിവ്യൂ ആണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഷറഫുദ്ദീൻ, സുരാജ് വെഞ്ഞാറമ്മൂട്, നമ്മുടെ റൈസിംഗ് സ്റ്റാർ സന്ദീപ് പ്രദീപ് എല്ലാവരും അഭിനയിച്ചിട്ടുള്ള ഒരു നല്ലൊരു മൂവിയാണ്. അപ്പോൾ നമ്മൾ മൂവിയിലോട്ട് കിടക്കുവാണ്. അതായത് ഇത് ടിപ്പിക്കലി മലയാളം സിനിമ അധികം കാണാത്ത ഒരു ജോണറാണ്. അതായത് ഫാൻറ്റസി കോമഡി ടൈപ്പാണ്. ലാസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു ഫാൻറ്റസി മൂവി ഞാൻ കണ്ടത് നമ്മുടെ ഗഗനചാരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് എന്ന് പറയുന്ന ഒരു ഫാൻറ്റസി മൂവിയാണ്. അത് നമുക്ക് ജുമാൻജി ആ ഒരു ഹോളിവുഡ് ലെവലിൽ അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു ഫാൻറ്റസി ടൈപ്പ് ഉള്ള ഒരു ഗെയിം പോലത്തുള്ള ഒരു മൂവിയാണ്. കിഡിലായിട്ട് എടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ആ ഫാൻറ്റസി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ലോജിക്ക് നോക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഫാൻറ്റസിയാണ്, അതാണ് ഇതിൻ്റെ ജോണർ. അതുപോലെ തന്നെ സിനിമയിലേക്ക് കടക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ കഥ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ കഥയിലോട്ട് ലയിച്ച് ചേരുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റാർട്ടിങ്ങും ഞാൻ പൊട്ടിച്ചിരിച്ചു മറിച്ചു എന്നൊന്നും ഞാൻ തള്ളി വയ്ക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ചിരിക്കാനുണ്ടായിരുന്ന രംഗങ്ങളുണ്ട്. 2 മണിക്കൂർ സമയം പോയത് അറിഞ്ഞിട്ടില്ലായിരുന്നു. നല്ല രീതിയിൽ എൻജോയ് ചെയ്ത ഒരു മൂവിയായിരുന്നു. അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഒരു സീനോ അങ്ങനെ ഒന്നും ഈ മൂവിയിൽ തോന്നിയിട്ടില്ലായിരുന്നു. ഇപ്പോഴും ഞാൻ ആലോചിക്കുന്ന പൂജ മോഹൻരാജിൻ്റെ ഒരു സീൻ ഉണ്ടായിരുന്നു. അതായിരുന്നു ഞാൻ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കയറി വന്നത്. അത് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് വളരെ നല്ലൊരു സീനായിരുന്നു. അത് ആക്ച്വലി ഞാൻ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ചിരിയും കാര്യങ്ങളായിരുന്നു. തിയേറ്ററിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ റെസ്പോണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല കോമഡിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സിനിമ എനിക്ക് വളരെ നല്ല രീതിയിൽ കോമഡി വർക്കൗട്ടായ ഒരു പടം എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ തുടക്കം ഞാൻ പറഞ്ഞുതരാം. അതായത് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഗെയിം ടൈപ്പാണ്, ഒരു പകിട. അതായത് ആ ഒരു ടൈപ്പ് ലോട്ടായിരുന്നു ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അതായത് നമ്മുടെ ഇതില്ലേ ലൂഡോ അതുപോലത്തെ ഉള്ളൊരു ഗെയിമാണ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൽ എനിക്ക് പെർഫോമൻസ് ഫേസ് പറയുകയാണെങ്കിൽ സന്ദീപ് പ്രദീപിൻ്റെ ആ ഒരു ചാർട്ട്, ആക്ടിങ് കരിയറിലെ ചാർട്ട് ഇതിൽ ടോപ്പ് നോച്ചായിട്ട് പോയിട്ടുണ്ട്. അതായത് ഇതെന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുന്നത്, പുള്ളിയുടെ കരിയറിലെ ഒരു ബ്രേക്ക് ത്രൂ മൂവി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളി ചെയ്തു വെച്ചിരുന്ന ക്യാരക്ടർ കിഡിലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ എനിക്ക് കഥയിലോട്ട് ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അതെനിക്ക് പറയാതെ പുള്ളിയുടെ ആക്ടിങ് എനിക്ക് പറയാൻ പറ്റത്തില്ല. ചില സമയങ്ങളിൽ സുരാജിനെ കാട്ടി കിഡിലായിട്ട് അഭിനയിച്ചു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതേപോലെ തന്നെ ഞാൻ ആക്ടിങ് വൈസ് പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ള സന്ദീപ് കിഡിലായിട്ട് അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് എല്ലാവരും ഇഞ്ചാണ് അഭിനയിച്ചത്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു ഹെയറൊക്കെയാണ് പറയുന്നത്. സന്ദീപ് കിഡിലായിട്ട് അഭിനയിച്ചു, അത് കഴിഞ്ഞ് ഷറാഫുദ്ദീൻ കിഡിലും, അത് കഴിഞ്ഞിട്ടാണ് സുരാജ് വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇതെന്ന് പറയുന്നത് ഒരു ബോഡി സ്വാപ്പാണ്. ഇത് ഭയങ്കര ട്വിസ്റ്റ് അല്ല, ഇത് മൂവിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ട്വിസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ജനറലി ഒരു ഗെയിമാണ്. അപ്പോൾ ഇതിലൊരു ബോഡി സ്വാപ്പിൻ്റെ ഒരു പരിപാടി വരുന്നുണ്ട്. അപ്പോൾ സന്ദീപ് അഭിനയിച്ചത് കിട്ടില്ലായിട്ട് സന്ദീപ് അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സുരാജ്, എനിക്ക് ചില ഇടങ്ങളിൽ സുരാജ് അഭിനയിച്ചത് എനിക്ക് അങ്ങോട്ട് സിങ്ക് ആയിട്ടില്ല. മേ ബി എന്താണെന്ന് അറിയത്തില്ല, പക്ഷേ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഈ ടോപ്പ് ഓർഡറിൽ പറയുമ്പോഴത്തേനും എനിക്ക് സന്ദീപ് കുറച്ചുകൂടെ കിഡിലായിട്ട് അഭിനയിച്ചു എന്ന് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പുള്ളിക്കാരൻ നല്ലൊരു കിഡിലൊരു ആക്ടറായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റും എന്ന് തോന്നുന്നു. ഇനി കുറേ കോളേജ് റോളിലെല്ലാത്തിലും പുള്ളിക്കാരൻ പക്ക ആപ്റ്റായിട്ട് അഭിനയിക്കാൻ പറ്റും. പിന്നെ ഷറഫുദ്ദീനെ പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ലൊരു ആക്ടറാണ്. സുരാജിനെയും പറയേണ്ട ആവശ്യമില്ല, പുള്ളിക്കാരൻ നല്ലൊരു ആക്ടർ. പുള്ളിക്കാരൻ്റെ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ പഴയ ചട്ടമ്പിനാട്ടിലെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇങ്ങനെ ഓടി വരുന്നിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിങ്ങനെ നോക്കുന്ന ഒരു ഇത് ചെറിയ നമ്മളെ ചട്ടമ്പിനാട്ടിൽ കണ്ട പുള്ളിക്കാരുടെ കോമഡിയൊക്കെ വളരെ കിഡിലായിട്ട് തന്നെ ഇതിൽ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ പിന്നെ പറയുന്നുണ്ടെങ്കിൽ മനു സ്വരാജ് പുള്ളിക്കാരനെ സമ്മതിക്കണം. എങ്ങനെ വിജയ് ബാബുവിന് ഈ പടം ഈ സ്റ്റോറി പറഞ്ഞ് ഇതിലോട്ട് മൂവി പുള്ളിക്കാരൻ എടുക്കാൻ പറ്റിയെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഈ കഥ പറയുന്ന കേൾക്കുമ്പോഴത്തേനും എല്ലാവരും വിചാരിക്കും ഇത് ഈ പടം ഇങ്ങനെ
തിയേറ്ററിൽ ഒരു മേക്ക് ബിലീഫ് അല്ലെങ്കിൽ നന്നായിട്ട് എടുക്കാൻ പറ്റും. പക്ഷെ മനു സ്വരാജ് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. പുള്ളിക്കാരൻ എങ്ങനെയോ പുള്ളിക്കാരൻ വിജയ് ബാബുവിനെ സെറ്റ് ചെയ്ത് നല്ലൊരു മൂവിയാണിത്. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരു മേക്ക് ബിലീഫും എല്ലാം പക്കയായിട്ട് പോകുന്നുണ്ട്. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു ഈ മൂവിയിൽ. അങ്ങനെ കുറ്റം പറയാനും എടുത്തു പറയാനും മ്യൂസിക് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ്. സിനിമാറ്റോഗ്രാഫി അങ്ങനെ കുറ്റം പറയാനായിട്ട് ഒന്നും ഇല്ലായിരുന്നു. നല്ല നല്ല മൂവിയാണ്, എല്ലാവർക്കും എൻജോയ് ചെയ്യാം. 2 മണിക്കൂർ സമയം പോകുന്ന അറിയത്തില്ല. ഫാമിലിയൊക്കെ ആണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് മിസ്സാക്കി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിരുന്നിട്ട് OTT കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര വർക്കൗട്ട് ആവുമെന്ന് അറിയത്തില്ല. പക്ഷേ ഒരു 50% ഓക്കുപ്പൻസി ഉള്ള ഒരു തിയേറ്ററിൽ പോയിരുന്നു കണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ അറിയാണ്ട് ചിരിച്ചു. ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രോമാഞ്ചം ഞാൻ ഹൗസ്ഫുള്ളായിട്ടാണ് കണ്ടത്. പക്ഷേ എന്നാലും ചില കോമഡീസ് ഒന്നും എനിക്ക് വർക്കൗട്ടായില്ല. 1-2 ഇടങ്ങളിലെ കോമഡി മാത്രമേ എനിക്ക് വർക്കൗട്ടായിട്ടുള്ളൂ. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് പടക്കളം രോമാഞ്ചത്തിനെക്കാട്ടി നന്നായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യം മാത്രമാണ് പറഞ്ഞത്. പക്ഷേ അടികപ്പേരെ കൂട്ടമണി ഇതിനെല്ലാത്തിനും മേളിൽ എപ്പോഴും നിൽക്കും. അടികപ്പേരെ കൂട്ടമണി പൊട്ടിക്കാനായിട്ടുള്ളൊരു പടം ഇതുവരെ, കോമഡി പടം ഞാൻ അതിനുശേഷം ഇതുവരെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയുന്നു. ഓക്കെ.